നമസ്കാരം. പ്രധാന വാർത്തകൾ. അജിത് കുമാർ അവധിയിൽ. പോലീസ് ബറ്റാലിയന്റെ അധിക ചുമതല ADGP ശ്രീജിത്തിന്. ADGP MR അജിത് കുമാറിന് പകരം പോലീസ് ബറ്റാലിയൻ ചുമതല ADGP S ശ്രീജിത്തിന് നൽകി. അജിത് കുമാർ 3 തവണകളിലായി 28 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ച സാഹചര്യത്തിലാണ് പോലീസ് ആസ്ഥാനത്തെ ADGP ശ്രീജിത്തിന് പകരം ചുമതല നൽകിയത്. അധിക ചുമതല എത്ര കാലത്തേക്കാണ് എന്ന് വ്യക്തമാക്കാതെയാണ് ഉത്തരവ്. ഈ മാസം 18 വരെയാണ് അജിത് കുമാർ അവധിയിൽ പ്രവേശിച്ചിട്ടുള്ളത്. അജിത് കുമാർ അവധി കഴിഞ്ഞെത്തുമ്പോൾ ചുമതല തിരികെ നൽകുമോ എന്നതിൽ വ്യക്തതയില്ല. താമരശ്ശേരി ചുരത്തിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. ഒഴിവായത് വൻ ദുരന്തം. താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. 6 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കർണാടകയിൽ നിന്നും ശബരിമലയിലേക്ക് പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സംരക്ഷണ ഭിത്തിയിൽ തടഞ്ഞു നിന്നതിനാലാണ് ബസ് കൊക്കയിലേക്ക് വീഴാതെ രക്ഷപ്പെട്ടത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. 18 ടൺ ഗ്യാസുമായി പോയ ടാങ്കർ ലോറി മറിഞ്ഞു. നാട്ടുകാർ പരിഭ്രാന്തരായി. ദേശീയപാതയിൽ കായംകുളം കൊറ്റുകുളങ്ങര മസ്ജിദിന് സമീപം പാചകവാതക ടാങ്കർ നിയന്ത്രണം തെറ്റി മറിഞ്ഞത് പരിഭ്രാന്തി പരത്തി. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. നിലവിൽ ചോർച്ചയോ മറ്റ് അപകട സാധ്യതകളോ ഇല്ല. മംഗലാപുരത്തു നിന്നും കൊല്ലം പാരിപ്പള്ളി IOC പ്ലാന്റിലേക്ക് പോവുകയായിരുന്നു. 18 ടൺ വാതകമാണ് ടാങ്കറിലുണ്ടായിരുന്നത്. ദേശീയപാതയിൽ നിന്നും വാഹനം തെന്നിമാറിയതാണ് അപകടത്തിന് കാരണമെന്ന് ഡ്രൈവർ രാജശേഖരൻ പറഞ്ഞു. ക്യാബിനിൽ നിന്നും വാതകം നിറച്ച ബുള്ളറ്റ് വേർപെട്ട നിലയിലാണ്. കായംകുളത്ത് നിന്നും അഗ്നിരക്ഷാ സേനയുടെ 2 യൂണിറ്റും സിവിൽ ഡിഫൻസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പാരിപ്പള്ളി IOCയിൽ വിദഗ്ധർ എത്തി പരിശോധിച്ച ശേഷം വാതകം മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റാനാണ് ശ്രമിക്കുന്നത്. മസാജ് യന്ത്രത്തിൽ നിന്ന് ഷോക്കേറ്റു. മലപ്പുറത്ത് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മസാജ് യന്ത്രത്തിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. ചെമ്മാട് CK നഗർ സ്വദേശി അഴുവളപ്പിൽ വഹാബ്, കടവത്ത് വീട്ടിൽ നസീമ എന്നിവരുടെ മകൻ മുഹമ്മദ് നിഹാലാണ് മരിച്ചത്. 14 വയസ്സായിരുന്നു. കുണ്ടൂരിലെ ഉമ്മയുടെ വീട്ടിൽ വെച്ചാണ് സംഭവം. ഇവർ ഉമ്മയുടെ വീട്ടിലാണ് താമസം. മസാജ് യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിനിടെ ഇതിൽ നിന്ന് ഷോക്ക് ഏൽക്കുകയായിരുന്നു. വലിയ രീതിയിൽ യന്ത്രത്തിൽ നിന്ന് ശബ്ദം കേട്ടതിന് പിന്നാലെ അവശനിലയിലായ 14-കാരനെ വീട്ടുകാർ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചു. നിലമ്പൂർ ഇനി ഉപതെരഞ്ഞെടുപ്പിലേക്ക്. MLA സ്ഥാനം രാജിവെച്ച PV അൻവർ രാവിലെ സ്പീക്കറെ കണ്ട് അൻവർ രാജിക്കത്ത് കൈമാറി. നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കെയാണ് അൻവർ രാജി സമർപ്പിച്ചിരിക്കുന്നത്. സ്പീക്കർ രാജിക്കത്ത് സ്വീകരിച്ചു. നിലമ്പൂർ MLA രാജിവെച്ച വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കും. നിയമസഭാ സെക്രട്ടറിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അറിയിപ്പ് നൽകുക. MLA സ്ഥാനത്ത് നിന്നുള്ള അയോഗ്യത നീക്കം മുൻകൂട്ടി കണ്ടാണ് അൻവറിന്റെ രാജി. ഇതോടെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇതോടെ കേരളത്തിൽ മറ്റൊരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനു കൂടി അരങ്ങൊരുങ്ങുകയാണ്.